നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ബുദ്ധിമുട്ടുന്ന രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ സന്ധികളിൽ ഒരു പിടുത്തം വരിക, ആദ്യത്തെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കാലുകൾ നിലത്ത് കുത്തുന്ന സമയത്ത് അമിതമായിട്ട് തരിപ്പ് മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക, നടക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ബലക്കുറവ് തോന്നുക, ചിലപ്പോൾ വീഴ്ചകൾ വന്നേക്കാം, അല്ലെങ്കിൽ കാല് വീഴ്ച പോകുന്ന പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവുന്നത് പ്രായാധിക്യം മൂലം സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കാം എന്നുള്ളതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മതിയായിട്ടുള്ള രീതിയിലുള്ള ന്യൂട്രിയൻസ് കുറവായിട്ട് വരുന്ന സമയത്തായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ പലതരത്തിലുള്ള സപ്ലിമെന്റ്സുകളും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ കുറച്ച് നാളത്തേക്കൊക്കെ നിങ്ങൾക്ക് കുഴപ്പമില്ലാതിരിക്കുകയും എന്നാൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുകയായിരിക്കും ചെയ്യുന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ ദിവസത്തിൽ പല തവണകളായിട്ട് തരിപ്പ് മരവിപ്പ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും, സ്റ്റെപ്പ് കയറാനായിട്ട് ബുദ്ധിമുട്ടുകൾ വരിക, ഇരുന്നിട്ട് എണീക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുമ്പോൾ ലോങ് ടേം ആയിട്ട് നമുക്ക് എത്ര ഗുണകരമായിട്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാം എന്നുള്ള രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഗുണകരമായിട്ട് എല്ലുകൾക്ക്, ഞരമ്പുകൾക്ക്, രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഗുണകരമാകുന്ന 4 പ്രധാന സൂപ്പർ ഫുഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ 4 ഭക്ഷണങ്ങളും ഏത് രീതികളിലാണ് നമ്മൾ എല്ലാ ദിവസത്തിലും യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും, അതുപോലെ എത്ര നാളത്തേക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം, ആരൊക്കെയാണ് ഇത് കഴിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ വീഡിയോ ലാസ്റ്റ് വരെയും കാണാം. ഞരമ്പ്, എല്ല്, സന്ധികൾ തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ പലവിധ സ്ട്രക്ചറുകളിലുള്ളതാണെങ്കിലും ഇവയിലൊക്കെ തന്നെ ഒന്നിനോടൊന്ന് അനുബന്ധമായിട്ട് അല്ലെങ്കിൽ ഒന്നിനോടൊന്ന് നമ്മൾ ഒരുമിച്ച് നിർത്തുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ. എല്ലുകളും പ്രോപ്പറായിട്ട് ഇരിക്കേണ്ടതാണ്. അതുപോലെ നെർവ്സ് ആണെന്നുണ്ടെങ്കിലും സന്ധികളാണെന്നുണ്ടെങ്കിലും രക്തയോട്ടവും ഒക്കെ തന്നെ ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മനസ്സെത്തുന്നിടത്ത് നമുക്ക് നമ്മുടെ ശരീരം എത്താൻ വേണ്ടിയിട്ടും കാലും ഒക്കെ തന്നെ നല്ല രീതിയിൽ ആക്റ്റീവായി നടക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമാകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള 4 ഫുഡുകളാണ് പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള നെർവ് കണ്ടീഷൻസ്, എല്ലുകളുടെ കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് വാത കൂടുതലായിട്ട് ആയുർവേദ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ വാതവീശിയേഷം മൂലമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. ഡ്രൈനെസ് അമിതമായിട്ട് വരുന്നു. ആ സന്ധികളുടെ ഭാഗത്ത് നമുക്ക് പൊട്ടലുകൾ അല്ലെങ്കിൽ കട്ട് സൗണ്ടുകൾ കേൾക്കുന്നു, അവിടെ ഡ്രൈനെസ് വരുന്നു. ഇതിനുള്ളിൽ നമുക്കൊരു ലൂബ്രിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഒരു എണ്ണ പോലെ ഒന്ന് തുരുമ്പടിച്ചിട്ടുള്ള ഒരു ഗേറ്റ് ആണെങ്കിൽ അത് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് എണ്ണ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് ആ ഒരു ചലനം ശരിയായ രീതിയിൽ നടക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് സന്ധികളുടെ ഇടയിലും ചെറിയൊരു ദ്രാവകമുണ്ട്, ശ്ലേഷ്മ ദ്രാവകം എന്നാണ് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ മൂവ്മെന്റ്സും ഒക്കെ തന്നെ ശരിയായ രീതിയിൽ നടക്കുന്നത്. എന്നാൽ ഈ ഒരു വാത കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഡ്രൈനസ് അമിതമായിട്ട് വരുന്നു. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് മൂലവും ഈ ഒരു പ്രശ്നങ്ങൾ, സന്ധികളിലെ വേദനകളും നീർക്കെട്ടുകളും ഒക്കെ തന്നെ വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നീർക്കെട്ട് കുറയ്ക്കാൻ ഏറ്റവും ഗുണകരമായിട്ട് ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് മഞ്ഞൾ തന്നെയാണ്. മഞ്ഞളിലൊരു പ്രധാന കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ശരീരത്തിലെ നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ പല വിധത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസുകൾ കുറയ്ക്കാൻ വേണ്ടിയും ഗുണകരമാകുന്നതാണ്. മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അതിന്റെ അളവും അതുപോലെ തന്നെ അത് കഴിക്കേണ്ട സമയവുമാണ്. അപ്പൊ അളവെന്ന് പറയുന്നത് ഒരുപാട് അളവുകളിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല, ചെറിയ അളവുകളിൽ. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് 1/2 ടീസ്പൂൺ അളവായിട്ടാണ് പറയുന്നത്. ഇപ്പൊ സ്പൂണും ടീസ്പൂണും അറിയുന്നുണ്ടാവുമല്ലോ. ടീസ്പൂൺ ചെറിയ സ്പൂണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ അളവ് മാത്രമാണ് നമ്മൾ മഞ്ഞൾ ഒരു ദിവസത്തിലേക്ക് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് 1 ഗ്ലാസ് പാലിലാണ്. അതും രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് 1 ഗ്ലാസ് പാല് തിളപ്പിച്ചിട്ട് ആ തിളയ്ക്കുന്ന സമയത്തേക്ക് 1/2 സ്പൂൺ അളവായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇടുക. നന്നായി തിളച്ച് വന്നതിന് ശേഷം ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടി അതിൽ ചേർത്തിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ഇതിന്റെ അബ്സോർപ്ഷൻ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ വേദന, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറണം എന്നുള്ളതല്ല. ഇതൊരു കുറച്ച് നാളെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുകയുള്ളൂ. ഇനി പലർക്കും പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഇതേപോലെ തന്നെ ചെയ്തിട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് 1
മണിക്കൂർ മുന്നേ ആയിട്ട് കുടിച്ചാൽ മതി. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള പാല് കുടിക്കാൻ പറയുന്നത് അവർക്ക് ഞരമ്പുകളിലെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടും പല വിധത്തിലുള്ള റിപ്പയർസുകൾ നമ്മുടെ ശരീരത്തിലെ പല വിധത്തിലുള്ള സെൽസുകളുടെ പുനർജീവനങ്ങളും ഒക്കെ തന്നെ നടക്കുന്നത് രാത്രി സമയങ്ങളിലാണ്. ഒരു 21 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു 2-3 മാസം കൂടുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു 21 ദിവസം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ എല്ലുകളുടെ ബലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇതിൽ കാൽസ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും ഒക്കെ തന്നെ കൂട്ടാൻ ഗുണകരമാകുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് എള്ള് തന്നെയാണ്. പല വിധത്തിലുള്ള മറ്റ് മിനറൽസുകളും ഒക്കെ തന്നെ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ എല്ലുകളുടെ ശക്തി ലഭിക്കാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എള്ള് തന്നെയാണ്. അപ്പൊ ഈ എള്ള് നമ്മൾ ആയുർവേദത്തിന് അസ്ഥിധാതുവിന്റെ പോഷകങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു പോരുന്നതാണ്. പലവിധ മരുന്നുകളിലും പ്രധാന കൂട്ടായിട്ട് ഉപയോഗിച്ചു പോരുന്നതാണ്. നിങ്ങൾക്കൊരു സംശയം തോന്നിയേക്കാം, കറുത്ത എള്ളാണോ അല്ലെങ്കിൽ വെളുത്ത എള്ളാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ളത്. ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ളവരും അമിതമായിട്ടുള്ള സന്ധികളിലുള്ള വേദനകളും കാൽസ്യം കണ്ടന്റ് കുറവായിട്ടുള്ളവരാണ്, നീർക്കെട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറുത്ത എള്ള ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വെളുത്ത എള്ള ഉപയോഗിക്കേണ്ടവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും അതിനോടൊപ്പം വേദനയും ഉണ്ടെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള ഉപയോഗിക്കുന്നതാണ് ഗുണകരമായിട്ടുള്ളത്. ഇനി എള്ള എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഒരു ദിവസത്തിനകത്തേക്ക് 1 ടീസ്പൂൺ അളവായിട്ടുള്ള എള്ളാണ് ആവശ്യമായിട്ടുള്ളത്. അത് കറുത്തതായിക്കോട്ടെ അല്ലെങ്കിൽ വെളുത്ത എള്ള ആയിക്കോട്ടെ, 1 ടീസ്പൂൺ അളവായിട്ടുള്ള എള്ള എടുത്തിട്ട് തലേ ദിവസം 1/2 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് കുതിർത്തിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ വെറും വയറ്റിൽ ഈ കുതിർത്തിട്ടുള്ള വെള്ളവും അതിനടിയിലുള്ള എള്ളും കൂടിയിട്ട് നമ്മൾ ചവച്ചരച്ച് കഴിക്കേണ്ടതാണ്. ഇത് ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ കുതിർത്ത് കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാനിൽ കുറച്ച് എള്ളെടുത്ത് വറുത്തതിന് ശേഷം അതിൽ നിന്നും 1 സ്പൂൺ അളവായിട്ടുള്ള എള്ള് ചവച്ചരച്ച് കഴിക്കുകയും അതിന് പുറമെ ചെറു ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതാണ്. ഇനി അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സാലഡ്സിനൊപ്പമോ സ്മൂത്തിയുടെ ഒക്കെ തന്നെ എള്ള് നമ്മൾ പുറമേ തൂകിയിട്ട് ആ എള്ള് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കേണ്ടത്. എന്നാലും നിങ്ങൾക്ക് ശരീരത്തിൽ അമിതമായിട്ട് ചൂട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എള്ളിന്റെ അളവ് കുറയ്ക്കുന്നത് ഗുണകരമായിരിക്കും. നമുക്ക് കുറച്ചും കൂടി ചൂടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എള്ളിന്റെ അളവ് നമ്മൾ കുറച്ചിട്ടുള്ള രീതിയിൽ 1/2 ടീസ്പൂൺ അളവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇതും നിങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ശരീരത്തിൽ ലഭിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ നെർവ്സിന്റെ ആരോഗ്യം അല്ലെങ്കിൽ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി, രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയൊക്കെ തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വെളുത്തുള്ളിയാണ്. പലപ്പോഴും വെളുത്തുള്ളി നമ്മൾ BP ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഒക്കെ തന്നെ ഗുണകരമായിട്ട് ഉപയോഗിച്ച് പോരുന്നു പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഇത് നമ്മുടെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും പ്രത്യേകിച്ച് കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ, മരവിപ്പ്, വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കാനും സഹായിക്കുന്നതാണ്. വെളുത്തുള്ളി നമ്മൾ ഒരു ദിവസത്തിൽ 2 അല്ലി മാത്രമാണ് കഴിക്കേണ്ടത്. അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ അതേപടി, അതായത് വെളുത്തുള്ളി പൊളിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ചവച്ചരിച്ച് കഴിക്കുക എന്നുള്ളതല്ല. ആ ഒരു വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വിടണം. കാരണം ഇതിലൊരു പ്രധാന കോമ്പൗണ്ട് ഉണ്ട്, അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് ഉണ്ട്. ഇത് ആക്ടിവേറ്റ് ആവാനുള്ള ടൈമാണ് ഈ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളത് ചവച്ചരിച്ച് കഴിക്കുകയും അതിന് പുറമെ ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യുന്നതാണ് ഗുണകരം. അതും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത്. എന്നാൽ പലർക്കും ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ഈ ഒരു 2 വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞിട്ടിട്ട് ഈ ഒരു ചോറിന് പുറമെയോ അല്ലെങ്കിൽ കറിയുടെ പുറമെയോ ചേർത്തിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമുക്ക് ഇതിന് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. എന്നാൽ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ 2 എണ്ണത്തിൽ കൂടുതലായിട്ടുള്ള അളവിലൊന്നും കഴിക്കേണ്ടതില്ല. ചവച്ചരിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ട് ഉള്ളൊരു രീതി എന്ന് പറയുന്നത്. ഇതും നിങ്ങളൊരു 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു പോരുക. ഇനി അവസാനമായിട്ട് വരുന്നത് നമ്മുടെ സന്ധികളിലെ ശ്ലേഷ്മദ്രവം കൂട്ടാൻ വേണ്ടിയിട്ടും ആ സന്ധികളിലെ മൂവ്മെന്റ്സും കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമാകുന്നത് ഉലുവയാണ്. ഉലുവ നമ്മൾ പലപ്പോഴും പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ വേണ്ടി സഹായകരമാകുന്നു എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് കേട്ട് വരുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നതാണ് ഉലുവ. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനെ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടും ഗുണകരമാണ്. നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും അതുപോലെ ഈ എല്ലുകളുടെ
ഇടയിലൊക്കെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മാലിന്യങ്ങളൊക്കെ തന്നെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു സ്പൂൺ അളവായിട്ടുള്ള ഉലുവയാണ് നമ്മൾ ഒരു ദിവസത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ തലേ ദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റിൽ ഈ ഉലുവ നമ്മൾ ആദ്യം ആ വെള്ളം കുടിക്കും, അതിനടിയിലുള്ള ഉലുവ ചവച്ചരച്ച് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് 4 തരത്തിലുള്ള ഫുഡുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നേക്കാം, ഈ 4 ഒരുമിച്ചാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് കഴിക്കേണ്ടത് എന്നുള്ളതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, നേരത്തെ ആദ്യം പറഞ്ഞ എള്ളെന്ന് പറയുന്നത് ഒരു ടീസ്പൂണിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ ഉലുവയും 1/2 സ്പൂൺ അളവായിട്ടുള്ള ഉലുവ എടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ കുതിർത്ത് വെച്ചിട്ടുള്ളതിൽ നിന്നും കുറച്ച് വെള്ളം കുടിക്കുകയും ബാക്കി ഉലുവയും ഈ ഒരു എള്ളെന്ന് പറയുന്നതും ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതും കൂടി ചവച്ചരച്ച് കഴിച്ചതിന് ശേഷം ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ബാക്കി വെള്ളവും കൂടി അതിന് പുറമേ കുടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഇതിന് പുറമേ കുടിക്കുന്നതും ഗുണകരമായിട്ടുള്ള രീതിയാണ്. ഇങ്ങനെ രാവിലെ തന്നെ അപ്പോൾ ആ ഒരു 3 കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കഴിയുന്നതാണ്. വെറും വയറ്റിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ ദിവസത്തിലെ നമുക്ക് ബോൺസിന്റെ ആരോഗ്യത്തിന് വേണ്ടിയും നെർവ്സിനും അതുപോലെ തന്നെ സന്ധികൾക്കും ഒക്കെ തന്നെ ഉന്മേഷം പകരാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുണ്ട്. ഇനി മഞ്ഞൾ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളെപ്പോഴും രാത്രിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിൽ നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉലുവ ഒന്നെങ്കിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതാണ്. ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടിനനുസരിച്ച് നിങ്ങളത് തിരഞ്ഞെടുത്ത് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളെങ്കിലും, അതായത് ഒരു 2-3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ പോയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.